മഹാദേവ് ബെറ്റിംഗ് ആപ്പ് കേസിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബാഗേലിന് കുരുക്ക്. കേസിൽ സിബിഐ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ബാഗേലിനെ പ്രതി ചേർത്തു. കേസിൽ നേരത്തെ ഛത്തീസ്ഗഡ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റെ എഫ്ഐആറിലും അദ്ദേഹത്തെ പ്രതി ചേർത്തിരുന്നു. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സ്വാതി, വർഷ മഹാദേവ് വാതുവെപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സമർപ്പിച്ച പുതിയ എഫ്ഐആറിൽ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഭൂപേഷ് ബഗേലിനെ പ്രതിയാക്കിയതായി അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഛത്തീസ്ഗഡ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നേരത്തെ തന്നെ സമർപ്പിച്ച എഫ്ഐആറിലും ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ സിബിഐ അടുത്തിടെ ഇദ്ദേഹത്തിന്റെ മകന്റെയും 60ഓളം വരുന്ന വസതിയിലും സ്ഥാപനങ്ങളുമായി 60ഓളം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഈ വാതുവെപ്പ് ആപ്പിനെതിരെ നടപടിയെടുക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ നേരത്തെ ബാഗേൽ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ റെയ്ഡുമായി ബന്ധപ്പെട്ട് എന്നാൽ പോലീസിന് ഒന്നും തന്നെ കണ്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതരമായ വിമർശനങ്ങൾ ബാഗേലും അദ്ദേഹത്തിന്റെ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ഉന്നയിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവർക്കു നേരെ ഇത്തരത്തിൽ ഗൂഢാലോചന അടക്കം ചാർത്തിക്കൊണ്ടുള്ള കേസുകളിൽ പ്രതിയാക്കുന്നതിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നടക്കം ഉയരുന്നത്. വർഷ. ശരി സ്വാതി.